പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M3140 എന്ന പ്രിന്ററിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്ക് ഇങ്ങനെ കൊണ്ടുവരാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. നോർമലി ഈ മോഡൽ പ്രിന്ററിൽ ഇങ്ങനെ ആയിരിക്കും പ്രിന്റിംഗ് ഉണ്ടാവുക. അതും നിങ്ങൾക്ക് ഇതേപോലെ പ്രിന്റ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ ഇതേപോലെ നിങ്ങൾ കണ്ടില്ല വാട്ടർമാർക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വാട്ടർമാർക്കായിട്ട് പ്രിന്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അതിൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തു. ഞാനിപ്പോൾ ഒരു വേർഡ് ഫയലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് Ctrl+P അല്ലെങ്കിൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഫയലിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷന്. ജസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ മുകളിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ കാണാൻ സാധിക്കും മോർ ഓപ്ഷൻസ് എന്നുള്ളത്. അത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെൻറ്ററിൽ കാണാൻ സാധിക്കും വാട്ടർമാർക്ക് ഫീച്ചേഴ്സ് എന്നുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറേ പേരുകളുണ്ടാവും. ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി അതല്ല നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നെയിം എന്നുള്ള അവിടെ നമുക്ക് ആവശ്യമുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി തന്നെ അതിൻ്റെ താഴെ അതിൻ്റെ ടെസ്റ്റ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി അത് അവിടെ സേവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം പ്രിൻറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് പ്രിൻറ്റ് കമാൻഡ് പോയിട്ടുണ്ട്. നമുക്കത് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഫയൽ ജസ്റ്റ് ആ പേപ്പർ ഒന്ന് എടുത്ത് നോക്കാം. യെസ്, നമ്മൾ കൊടുത്ത അതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ടിൽ കാര്യങ്ങളെല്ലാം മാറ്റാനും സൈസ് എല്ലാം മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.